വാർദ്ധക്യ സഹജമായിട്ടുള്ള ലോകങ്ങളിലൂടെ കടന്നു പോകുന്നവര്, പ്രിയപ്പെട്ടവരെ, പലവിധമായുള്ള സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകാൻ സമർപ്പിക്കാം. കൊടുത്ത പൈസ തിരിച്ചു കിട്ടാത്തതിൻ്റെ മനോവിഷമത്തിൽ നിൽക്കുന്നവരെ, ആത്മഹത്യയില്ലാതെ മറ്റ് വഴികളില്ല, ഒത്തിരിയേറെ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ലോൺ അടയ്ക്കുവാനായിട്ട് കഴിയാതെ തകർന്നു നിൽക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ പഠിപ്പിക്കുവാനായിട്ട് സാമ്പത്തികമായിട്ട് ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവര്, ഒരു നേരത്തെ ആഹാരം, നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കുവാനായിട്ട് കഴിയാത്ത നമ്മുടെ പ്രിയപ്പെട്ടവര്, പൈസ ഇല്ലാത്തത് കൊണ്ട് നല്ല കഴിവുണ്ടായിട്ടും ഒത്തിരിയേറെ സർട്ടിഫിക്കറ്റുകൾ കയ്യിലുണ്ട്, പക്ഷേ ജോലിയിൽ കയറുവാനായിട്ട് കുറച്ച് പൈസ ആവശ്യമാണ്. അങ്ങനെ പ്രതിസന്ധിയുടെ നടുവിലായിരിക്കുന്ന, സാമ്പത്തിക തകർച്ചയിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കാം. ബിസിനസ്സിന് സാമ്പത്തികമായ ഞെരുക്കങ്ങൾ മൂലം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് പറ്റാതെ നിൽക്കുന്നവര്, പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ മക്കളുടെ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ പുസ്തകം വാങ്ങുവാനായിട്ട്, ഫീസ് കൊടുക്കുവാനായിട്ട് കഴിയാതെ നിൽക്കുന്നവര്, അവരുടെയൊക്കെ വേദനകളെ നമുക്ക് സമർപ്പിക്കാം. ആശുപത്രിയിൽ പണമടയ്ക്കുവാൻ കഴിയാത്തത് കൊണ്ട് നല്ല ചികിത്സകൾ നൽകുവാനായിട്ട്, നല്ല സൗകര്യങ്ങളിലുള്ള വിദഗ്ധമായ ചികിത്സകൾ നൽകുവാനായിട്ട് കഴിയാത്തതിൻ്റെ വിഷമതകളിലൂടെ കടന്നു പോകുന്ന സാമ്പത്തിക ഞെരുക്കങ്ങളെ പ്രതി ജീവിതത്തിൽ ഇനി ഒന്നും ചെയ്യുവാൻ കഴിയാതെ നിസ്സഹായരായി നിൽക്കുന്ന അവരുടെ വേദനകളെ നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം. നമ്മുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദൈവത്തിന്റെ മുന്നിലേക്ക് ഈ യാതനകളെ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള മേഖലകളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ സാമ്പത്തിക ഞെരുക്കങ്ങളെയും ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക്, ഈശോയെ ഞങ്ങളുടെ ജീവിതത്തെ അലട്ടുന്ന ആ മാനസികമായിട്ട് പണമില്ലാത്തതിന്റെ മനോവിഷമത്തില് ആത്മഹത്യ ചിന്തകള് ഞങ്ങളെ വല്ലാതെ വഴി നിൽക്കുന്നു. ഈശോയെ, ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. പല സമ്മർദ്ദങ്ങളും ജീവിതത്തെ ഞെരുക്കുമ്പോൾ, പല പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ, കുടുംബ പ്രശ്നങ്ങള്, മദ്യത്തിൻ്റെതായിട്ടുള്ള പല പ്രശ്നങ്ങളും കുടുംബത്തിന്റെ സമാധാനം കെടുത്തിക്കളയുന്ന അവസ്ഥകളുണ്ട്. ദൈവമേ, ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്നത് പ്രാർത്ഥിച്ച്, കരങ്ങൾ ഉയർത്തിയെന്ന് പ്രാർത്ഥിച്ച്, ഈശോയെ, മദ്യപിക്കുന്ന മദ്യപാനശീലമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഈ അത്താഴയിലേക്ക് സമർപ്പിക്കുന്നു. കുടുംബത്തിന് മേടിക്കേണ്ട പണം, കുടുംബത്തിന് ലഭിക്കേണ്ട പണം മദ്യഷാപ്പുകളില്, ബാറുകളിലെ നഷ്ടപ്പെടുത്തി ആ കുടുംബത്തിന്റെ ദുരവസ്ഥയ്ക്ക് കാരണമാകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്വഭാവ ദൂഷ്യങ്ങള് ഈശോയെ ഈ കരങ്ങളിലേക്ക്, അവിടുത്തെ സന്നിധിയിലേക്ക് ഈശോയെ സമർപ്പിക്കുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗമുള്ള കുടുംബത്തെ പലപ്പോഴും മനോവിഷമത്തിലൂടെ കൊണ്ടുപോകുന്ന നമ്മുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിൽ ഈശോയെ, തെറ്റായിട്ടുള്ള എല്ലാ ജീവിത അവസ്ഥകളിൽ നിന്നും, തെറ്റായിട്ടുള്ള ജീവിത അവസ്ഥകളിൽ നിന്നും, വഴിവിട്ട ബന്ധങ്ങളിൽ നിന്നും സ്വത്തുണ്ടാക്കുവാൻ വേണ്ടി, സമ്പത്തുണ്ടാക്കുവാൻ വേണ്ടി ഏത് വളഞ്ഞ വഴിയും സ്വീകരിക്കാം എന്ന് സ്വീകരിച്ച് നിലപാട്